എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ സ്നാക്സ് കുട്ടികൾക്കൊക്കെ ടിഫിന് കൊടുത്തുവിടാവുന്ന ഒരു വിഭവമാണ് കുഴി പനിയാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തമിഴ്നാടുകാരുടെ ഒരു വിഭവമാണിത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ അളവിൽ 1.5 കപ്പ് ഇഡ്ഡലി മാവ് ദോശമാവ് വേണമെന്നുള്ള എടുക്കാം. പുളിയുള്ള മാവ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി വളരെ നല്ല ടേസ്റ്റ്. പിന്നെ ആണെങ്കിൽ ഇഡ്ഡലി മാവ് എങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാൻ മേലെങ്കിൽ എൻ്റെ വീഡിയോ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിത് താളിച്ചിടാൻ വേണ്ടിയ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തേക്കുന്നത്, 6 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള വേണേൽ എടുക്കാം. സവോള അരയോ 1 സവോള വേണേലും എടുക്കാം. അത് ദോശമാവിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആ ടിഫിനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി. പിന്നെ കറിവേപ്പില വേണം. ഇത് 1 തണ്ട് കറിവേപ്പിലയും 3 തണ്ട് മല്ലിയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം ഞാൻ ഒരു 1.5 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇത് തമിഴ്നാട്ടുകാരുടെ വേർഷൻ ആയതുകൊണ്ട് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് നല്ലെണ്ണയിലാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ അത് കേരള രീതിയിലായിപ്പോവും. അതുകൊണ്ട് നല്ലെണ്ണയിൽ ഇഷ്ടമുള്ള നല്ലെണ്ണ ഉപയോഗിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഈ കുഴി പനിയാരം പല വേർഷനിലും ഉണ്ടാക്കാം. പഴം ഇട്ടുണ്ടാക്കാം, മധുരം ഇട്ടുണ്ടാക്കാം, പല വേർഷനിലും ഇതുണ്ടാക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. കടുക് 1/2 ടീസ്പൂൺ ഇട്ടു. അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക്, മല്ലിയിലയും സവോള ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വരട്ടണം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ചേർക്കാം. അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഉഴുന്നുപരിപ്പും ചേർക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ മല്ലിയില ഓപ്ഷണലാണ്. പിന്നെ ഇത് നമ്മൾ തമിഴ്നാട് വേർഷൻ ആയതുകൊണ്ടാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ടതാണ് മല്ലിയില അവർ ഇടും. ഇപ്പം നമ്മുടെ എല്ലാം വഴന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. വേണ്ട സാധനം ഇഡ്ഡലി മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കാം. ഞാൻ ഈ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, കാരണം കുറച്ച് എണ്ണയെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ രുചികരമായിട്ട് കുഴിപ്പനിയാരം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഴി പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കുഴി പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പം ഇത് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെയാണ്, വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഇതുണ്ടാക്കി കൊടുക്കണം. അവർക്കും ഇത് തീർച്ചയായിട്ടും വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എന്നാലേ എനിക്ക് എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല റെസിപ്പി ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ഇതുപോലത്തെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.